നമസ്കാരം. ശിവരാത്രി കഴിയുന്നതോടുകൂടി രക്ഷപ്പെടുന്ന ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന സമ്പൽ സമൃദ്ധിയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. ഇവർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവർ അല്പം കോപിഷ്ഠരാണ്. ഇവർ അനാവശ്യ കാര്യത്തിന് ആരോടും ദേഷ്യം പിടിക്കാറില്ല. അങ്ങനെ ദേഷ്യപ്പെടുന്നവരാണ് എങ്കിൽ അതിന് പശ്ചാത്തപിക്കുകയും ചെയ്യും. തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടേണ്ടവർ തന്നെയാണ്. എഴുതി വെച്ചോ, ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് ഇനി സമയം തെളിയാൻ പോകുകയാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോകുകയാണ്. ഒരുപാട് ഉയരത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്താൻ പോകുന്നത്. ഇവർ ആർക്കു വേണ്ടിയും എന്ത് ത്യാഗവും ചെയ്യാൻ മനസ്സുള്ളവരാണ്. ആരോട് ദേഷ്യമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നവരാണ്. നയപരമായ തീരുമാനമെടുക്കാൻ എന്നും ഇവർ മുന്നിലാണ്. ഇവരുടെ സമയം മാറുന്നത് ചില ഗ്രഹസ്ഥിതികൾ മാറുന്നത് കൊണ്ടാണ്. ചില ഗോചരഫലങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ധനപരമായി ഒരുപാട് ഉയർച്ചയിലെത്തും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ. ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഏറ്റവും അധികം ഐശ്വര്യവും അഭിവൃദ്ധിയുമാകും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ധാരാളം ധനം വന്നു ചേരും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് ക്ഷേത്രദർശനം. ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രദർശനം നടത്തി ചില വഴിപാടുകൾ ഒക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അതൊക്കെ വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ പറയും. പോകേണ്ടതായ ക്ഷേത്രമുണ്ട്, ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട്. അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും. ശിവരാത്രിയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടി പ്രത്യേക പൂജയൊക്കെ നടത്തിയിരുന്നു. എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രവും വെച്ച് പൂജ നടത്തി അതിൻ്റെയൊക്കെ ഒരു ഫലം നിങ്ങൾക്ക് വൈകാതെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ഞായറാഴ്ച ഒരു പ്രത്യേക പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അന്ന് ഗണപതി ഹോമമുണ്ട്. ആ ഗണപതി ഹോമത്തിലും നിങ്ങളെ ഉൾപ്പെടുത്തും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കണം. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ എന്തെങ്കിലും ദക്ഷിണ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് പാവങ്ങൾക്ക് ദാനമായി നൽകുക. ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ കൊയ്യുന്ന, ശിവരാത്രി കഴിയുന്നതോടുകൂടി സമയം തെളിയുന്ന ആ ആദ്യത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഇവർ അവസാനിപ്പിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. ശിവരാത്രി കഴിയുന്നതോടുകൂടി ഇവരുടെ ഭാഗ്യം തെളിയുക തന്നെ ചെയ്യും. കഷ്ടപ്പാടുകൾ ഒക്കെ അവസാനിക്കും. ക്ലേശതകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഈ നക്ഷത്ര ജാതകർ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ പൂജകളൊക്കെ ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേക്കും, വിളക്ക് കത്തിക്കും, പ്രാർത്ഥന നടത്തും. എന്നാൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുക ഒരുപാട് ഐശ്വര്യത്തിന് കാരണമാകും. പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ നിന്നും അല്പം പച്ചക്കർപ്പൂരം വാങ്ങുക. അതൊരു ചെറിയ ഗ്ലാസ്സിൽ 2-3 തുളസിയിലയും ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയ പീസുമിട്ട് നമ്മുടെ പൂജാമുറിയിൽ വെക്കുക. തീർച്ചയായും നമുക്ക് ഐശ്വര്യമുണ്ടാകും. നമുക്കൊരു സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലും ഇത് വയ്ക്കാവുന്നതാണ്. ഏതായാലും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. ചോതി നക്ഷത്ര ജാതകരും ചെയ്തു നോക്കണം. വീട്ടിൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ നമുക്കുണ്ടാകും. ഭാഗ്യത്തിലേക്ക് ചോതി നക്ഷത്ര ജാതകർ കടക്കും ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ്. ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. ഈ ഒരു സമയം ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഇവർക്ക് പലരോടും പല രീതിയിലും അനുകമ്പകളും സ്നേഹവും ഒക്കെയുണ്ട്. സ്നേഹിച്ചാൽ ഇവർ സ്വന്തം കരള് വരെ പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവരുമാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ചതിവുകൾ പറ്റിയിട്ടുണ്ട്.
ഒരുപാട് അപമാനങ്ങൾ ഏറ്റിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്കിനി നേട്ടത്തിലേക്ക് പോകുവാൻ സാധിക്കും. ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും. സങ്കടങ്ങൾ ഒക്കെ മറക്കൂ. ജീവിതം ആനന്ദകരമാകും. സങ്കടങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾ മുക്തി നേടും. ജീവിതം ആനന്ദകരമാകും. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ടിനി സാധിക്കുന്ന സമയമാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഭരണി നക്ഷത്ര ജാതകർ കടന്നിരിക്കുന്നത്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ തേങ്ങ ഉടയ്ക്കണം. മോദക വഴിപാട് ചെയ്യണം. തീർച്ചയായും ഭരണി നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ തേങ്ങ ഉടയ്ക്കുക. മോദക വഴിപാടുകൾ നടത്തുക. തീർച്ചയായും ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതമാണ്. ആരോട് എന്ത് ദേഷ്യമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുവാൻ ഇവർ മിടുക്കരാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മനസ്സിൽ ഒതുക്കി വെക്കില്ല. അവരത് പ്രകടിപ്പിക്കും. ഇപ്പോൾ ഇവരുടെ സമയം നല്ലതാണ്. പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. സമയം അത്ര നല്ലതല്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു നല്ല കാര്യം സംഭവിക്കും. ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് സമയം അത്ര നല്ലതല്ല എന്ന്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു. പക്ഷേ ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങളാണ്, നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. അതിവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതം മാറിമറിയും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ സങ്കല്പിച്ചിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് അത് സമയം ദീർഘിക്കുന്നത്, അതായത് ആ സമയത്ത് നിങ്ങൾക്ക് നടക്കാത്തത് നിങ്ങളുടെ ഭക്തി കുറവ് കൊണ്ടല്ല. നിങ്ങളിൽ വലിയ ചൈതന്യമുണ്ടാകും. ഭക്തി കൊണ്ട് പെട്ടെന്ന് ഒരു നാൾ എല്ലാം സാധിച്ചു എന്ന് വരില്ല. വരാനിരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം മഖമാണ്. പ്രാർത്ഥന നടത്തുക. കഷ്ടകാലങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും. മനോബലം ഉണ്ടാക്കുക. വളരെ സന്തോഷകരമായിരിക്കുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ഉറപ്പായും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്ത നക്ഷത്രക്കാർ കഠിനമായി പ്രയത്നം ചെയ്യുന്നവരാണ്. ഇവരുടെ കഠിനമായ പ്രയത്നം തന്നെയാണ് ഇവരെ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ജന്മം കൊണ്ട് അനുഗ്രഹിതരാണ് ഈ നക്ഷത്ര ജാതകർ. ഇവർക്കിനി പ്രാർത്ഥന ഒരുപാട് ഗുണം ചെയ്യും. വീട്ടിൽ പ്രാർത്ഥന നടത്തുക. കഴിവിനേക്കാൾ ഉപരി ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ നാളുകാർക്ക് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ദുർഗാദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ഒരുപാട് സൗഭാഗ്യമാണ്. ഒരുപാട് നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ദാരിദ്ര്യത്തിൽ നിന്നും ഉയർച്ച നേടാൻ ഈ ഒരു നക്ഷത്രത്തിന് കഴിയും. അത് മറ്റാരുമല്ല, വിശാഖം നക്ഷത്ര ജാതകർ തന്നെയാണ്. വിശാഖം നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്. മുൻജന്മ സുഹൃതം എന്ന പോലെ ഇവർ രക്ഷപ്പെട്ടിരിക്കും. ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ഭൈരവസ്വാമിക്ക് കുരുമുളക് ദീപം കത്തിച്ചു പ്രാർത്ഥിക്കുക. അതിവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറ്റി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അഭിവൃദ്ധി സാധ്യമാണ്. നല്ല പ്രവർത്തികൾ ചെയ്യുക. സത്കർമ്മങ്ങൾ ചെയ്യണം. ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കൂവളമാല, മഹാമൃത്യുഞ്ജഹോമം, ധാര ഇവയൊക്കെ നടത്തി പ്രാർത്ഥന നടത്തുക. ഈ നക്ഷത്ര ജാതകർക്കിനി സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. പൂരാടം നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്. നല്ല ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും.
ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ലോട്ടറി പോലുള്ള ഭാഗ്യ സമ്മാനങ്ങൾ നിങ്ങൾക്ക് അടിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. വളരെ നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും ഈ നക്ഷത്ര ജാതകർ. സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ 100 പാലും അർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഒക്കെയായിരുന്നു. അതൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയവുമാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇത് നല്ല സമയമാണ്. അപ്പോൾ സർപ്പക്ഷേത്രത്തിൽ 100 പാലും അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. നിങ്ങളോട് ദ്രോഹം ചെയ്തവരോട് നിങ്ങൾ ഒന്നും ചോദിക്കാൻ പോകേണ്ട. അത് ഭഗവാൻ ചോദിച്ചോളും. നിങ്ങൾക്ക് എവിടെയും വിജയമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തന്നെ സാധിക്കും. തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് ഭാഗ്യാനുഭവത്തിൻ്റെയും 1000 നന്മകളുടെയും സമയമാണ്. ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അത്രയേറെ അനുഗ്രഹീതരാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ സമയം മാറാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രം. ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയം. രേവതി നക്ഷത്ര ജാതകർക്കിത് ധനപരമായി നേട്ടമുണ്ടാക്കുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. തൊഴിലിൽ നേട്ടം വന്നു ചേരും. വീട് വയ്ക്കും, കാർ വാങ്ങും. ഇവരുണ്ടെങ്കിൽ, ഇവർ ഏതൊരു വീട്ടിൽ ഉണ്ടെങ്കിലും അവിടെ സൗഭാഗ്യമാണ്. ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച ഇവർക്ക് വന്നു ചേരും. തിരുപ്പതിയിൽ ദർശനം നടത്തണം. ഗുരുവായൂരപ്പനെ പോയി കാണണം. തീർച്ചയായും രേവതി നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അപ്പോൾ ഓരോ നക്ഷത്ര ജാതകരും ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യണം. നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെടുന്ന സമയമാണ്. ജീവിതത്തിൽ ഇനി ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും വന്നു ചേരില്ല. ലോട്ടറി ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ വീട് വയ്ക്കുവാനുള്ള ഭാഗ്യമുണ്ട്. തൊഴിലിൽ നേട്ടമുണ്ടാക്കുന്ന സമയമാണ്. പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. മൊത്തത്തിൽ നോക്കിയാൽ നിങ്ങളുടെയൊക്കെ സമയം അനുകൂലമാണ്. ഈ ഒരു സമയത്തെ വളരെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.